ആകയാൽ ദൈവം യോജിപ്പിച്ചതിന്, ദൈവം ആരെയാ യോജിപ്പിച്ചത്? ആണിനെയും പെണ്ണിനെയും. മനുഷ്യൻ വേർപിരിക്കരുത്. ഒരു കുടുംബജീവിതത്തിലെ തകർച്ച ഉണ്ടാകാൻ കാരണം മാനുഷിക ഇടപെടലുകൾ, മാനുഷികമായ ഇടപെടൽ. ഞാൻ വിവാഹം നടത്തുമ്പോൾ ഞാൻ പുരുഷനോട് പറയും, ഈ പെണ്ണിനെ, ഈ പെൺകൊച്ചിനെ വളർത്തി ഓമനിച്ച് അവർക്ക് അർഹത തോന്നിയതും അവർക്ക് യോഗ്യമായി തോന്നിയ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഇടിക്കാനും ചതയ്ക്കാനും അല്ല, കീഴ്പ്പെടുത്താനല്ല. ചിലർ ഓർക്കുന്നത് ദേഷ്യം കൊണ്ട് കീഴ്പ്പെടുത്തണം. നിങ്ങൾ ശബ്ദമുയർത്തിയും തല്ലും കൊടുത്ത് കീഴ്പ്പെടുത്താൻ നോക്കിയാൽ അപ്പോഴാണ് കുറച്ച് സ്നേഹം അപ്പുറത്ത് കാണിക്കുമ്പോൾ ചാടിപ്പോകും. സ്നേഹം കൊടുത്താൽ തിരിച്ച് സ്നേഹം കിട്ടും, ബഹുമാനം കൊടുത്താൽ തിരിച്ച് ബഹുമാനം കിട്ടും. എല്ലായിടത്തും, കുടുംബത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യയെ അറിഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പം ദൈവം യോജിപ്പിച്ചതിനെ മാനുഷികമായ ഇടപെടൽ. കൂട്ടത്തിൽ പറയാറുണ്ട്, പെണ്ണിനോട് പറയും, അപ്പം നിന്റെ കയ്യിൽ ഒരു നിധിയാ ഒരു അപ്പനും അമ്മയും ഏൽപ്പിക്കും. ആ നിധി അവരുടെ ജീവിതം. അതിനെ തല്ലാനും കൊല്ലാനുമായിട്ടല്ല. അപ്പോൾ തന്നെ മകളോട് പറയും, നീ ഒരു ഭവനത്തിൽ പോകൂ, അവിടുത്തെ ഐശ്വര്യം നീയാണ്. ആ കുടുംബത്തിൽ അനുഗ്രഹവും ഉയർച്ചയും തന്റെ അടുത്ത തലമുറയുടെ അടിസ്ഥാനം പാകാൻ പോകുക. അതപ്പനും അമ്മയും. അപ്പൊ തന്നെ മറിച്ചു ഒരു കാര്യം പറയാം. സാധാരണഗതിയിൽ എല്ലാം പെണ്ണുങ്ങളോടും വിവാഹം കഴിച്ച് കുടുംബം പറയും, ഇനി മുതൽ അവരാണ് അപ്പനും അമ്മയും, അതുപോലെ അവരെ കരുതിക്കണം. കറക്റ്റാണ്. തിരിച്ചും ഞാൻ പറയാം, പുരുഷന്മാരോട് പറയാം, നിന്റെ ഭാര്യയുടെ അപ്പനും അമ്മയും നിന്റെ സ്വന്തം അപ്പനും അമ്മയായിട്ട് കരുതണം. ഇത് വൺ വേ ട്രാഫിക് അല്ല, രണ്ടു വശവും പറയണം. അതുപോലെ തന്നെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ. ഇതിനെ ജഡിക ബന്ധം എന്ന് അല്ലെങ്കിൽ സോളിഷ് റിലേഷൻഷിപ്പ് ചിലപ്പോൾ ആകും, നമ്മൾ പോലും അറിയാതെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മക്കളെ കെട്ടിച്ചു കഴിഞ്ഞാലും അപ്പനും അമ്മയും മക്കളുടെ കാര്യത്തിൽ അങ്ങ് ഇടപെടാൻ തുടങ്ങും. അവർക്ക് അവരുടെ ജീവിതം ആരംഭിക്കുക. സ്നേഹം വേറെ, മാനുഷിക ഇടപെടൽ വേറെ. അവരുടെ ജീവിതത്തെ ഇടപെടരുത്, സ്നേഹിച്ചു. അപ്പോൾ തന്നെ മക്കൾ അപ്പനും അമ്മയും വിട്ടു ഭർത്താവിനോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവരെ മറക്കുകയോ വരുത്. അവർ നരയോളം ചുമക്കാവെന്ന് പറഞ്ഞ ദൈവം നമ്മളിലൂടെയാണ് അവരെ അനുഗ്രഹമാക്കുന്നത്. രണ്ട് അപ്പനും അമ്മമാരെ നോക്കാൻ തുല്യമായ ചുമതല ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ട്. ചിലപ്പം പ്രത്യേകിച്ചും കളിച്ച് ചിരിച്ചു വളർന്ന കുടുംബങ്ങൾ, അവിടുത്തെ ആ ഫാമിലിയുടെ ബോണ്ട്സ്, പലപ്പോഴും നമ്മുടെ സ്വഭാവം നമ്മുടെ ബാല്യകാലത്തിലൂടെ പല കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ കാണും. വ്യത്യസ്ത രണ്ട് കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് ആണും പെണ്ണും. വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കും വളർന്നവർ. ഇപ്പൊ ചിലപ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞാലും വീട്ടിൽ പോകണം, കൂടെ പോകണം ഭർത്താവ്, അറിഞ്ഞ്. വിവാഹം കഴിഞ്ഞാൽ എന്റെ ഇഷ്ടം തന്നെ നടക്കണം. ഇവിടെയാണ് ഞാൻ യൗവനക്കാരോട് എടുത്തു പറയാം. പ്രണയിച്ചു വിവാഹത്തിന് മുമ്പേ അതിനെ വചനം വിളിക്കുന്ന ഫോർണിക്കേഷൻ, ശാരീരികമായ ബന്ധം, സ്റ്റേയിങ് ടുഗദർ. അതിനുശേഷം വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു പുരുഷനായി വിവാഹത്തിൽ യു ആർ ക്യാരിങ് എ ബാഗേജ്. ചെയ്യരുത്.
ഒരാള് എത്ര അധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത്രയും സ്നേഹിക്കുന്നവനാണെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കാനും പറയണം. ഞാനിത് രണ്ടു കൂട്ടരോടുവേ പറയാം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം. ഞാനൊരു സ്റ്റേറ്റ്മെന്റോടെ പറയാം. ട്രൂ ലവ് ക്യാൻ വെയിറ്റ്. സത്യമായ പ്രണയമാണോ അത് കാത്തിരിക്കും. അതിന്റെ ടെസ്റ്റ് ചെയ്യാം വളരെ ഈസിയാണ്. മെസ്സേജ് അയക്കാൻ 6 മാസം നിർത്തിയാൽ മതി. തമ്മിൽ കാണാൻ 6 മാസം നിർത്തിയാൽ മതി. അപ്പൊ മനസ്സിൽ പിന്നെയും അത് കിടപ്പുണ്ടോ എന്ന് നോക്കണം. കാരണം ഈ ലോകത്തിന് അനുരൂപരാകരുന്ന വചനം പറഞ്ഞാൽ ഈ ലോകത്തിലും സംസാരങ്ങളും മീഡിയയിൽ വരുന്ന പല കാര്യങ്ങളും കുടുംബജീവിതത്തിന്റെ മൂല്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുമാകാം. അല്ല, there is something very valuable that you are entering, something very holy that you are entering. തുടരാം നാളെ മത്തായി സുവിശേഷം മുതൽ. നാളെ വൈകുന്നേരം നമ്മൾ തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കണം. സഭയും മതത്തിന് അതീതമായി ദൈവരാജ്യത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ മാഹാത്മ്യം എന്താ, അതെങ്ങനെ നടത്തണം, ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താ, ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്താ, അത് നടപ്പിലാക്കാൻ സഹായിക്കുന്നവനാര്, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ പറയുന്നത് ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നീ വായ്പ വാങ്ങത്തില്ല, രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ മേഖലകളിലും ഉയർച്ച ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതിൻ്റെ ഫസ്റ്റും ഫൗണ്ടേഷണൽ സ്റ്റെപ്പ് അടിത്തറ കുടുംബമാണ്. സോ നാളെ വൈകുന്നേരം ഇതേ വിഷയത്തിൽ തുടരാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇത് അയച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു. നാളെ വൈകുന്നേരം വീണ്ടും കാണാം.